നൂർനാട് സുട്ടു രചനയും സംവിധാനവും നിർവഹിച്ച അഭിനവ ശാകുന്തളം. ബന്ധങ്ങളുടെ നിലനിൽപ്പിന് അടയാളങ്ങൾ തിരയുന്ന പുതിയ കാലത്തിൻ്റെ ശാകുന്തളം. ആലപ്പി വിവേകാനന്ദൻ സംഗീതം ഒരുക്കിയിരിക്കുന്നു. രംഗോപകരണങ്ങൾ രാജീവ് കോയിക്കൽ. രംഗവിധാനം, വേഷം, ചമയം ശശി കെ കലാലയം. പ്രകാശ നിയന്ത്രണം ഹരിസൂര്യ SK. സംഗീത നിയന്ത്രണം ദീപുദാസ്. അഭിനയിക്കുന്നവർ മേഘ അനിൽ, പൂജ ഗോവിന്ദൻ, ലക്ഷ്മിരാജ്, പ്രിയ കെ വർഗീസ്, നിധി കെ മോഹൻ, അഭിരാജ്, രാഹുൽ ദേവ്, അയ്യപ്പൻ S കുട്ടി, വിഷ്ണു വിശ്വനാഥ്. നാടകം ആരംഭിക്കുന്നു. സദസ്സിന് നമസ്കാരം. അഭിജ്ഞാന ശാകുന്തളം അവലംബമാക്കി ഒരു സ്വതന്ത്ര നാടകാവിഷ്കാരം അഭിനവ ശാകുന്തളം. ഈ മാനിനെ പിന്തുടർന്ന് വളരെ ദൂരമല്ലല്ലോ. ഇതാ കണ്ടുകൊള്ളു. എങ്കിൽ അസ്ത്രമിത പിൻവലിച്ചിരിക്കും. അങ്ങേക്ക് ചക്രവർത്തിയായ പുത്രൻ ജനിക്കട്ടെ. ഞാൻ അനുഗ്രഹീതനായി. മഹാരാജാവേ, ഞങ്ങൾ ചമത പറിക്കാൻ വന്നവരാണ്. അതാ മാലിനി നദിയുടെ സമീപത്തായി കുലപതി കർണന്റെ ആശ്രമം. അവിടെ ചെന്ന് ആതിഥ്യം സ്വീകരിച്ചാലും. കുലപതി ആശ്രമത്തിൽ തന്നെ ഉണ്ടോ? അദ്ദേഹം അതിഥി സൽക്കാരത്തിന് പുത്രിയായ ശകുന്തളയെ പറഞ്ഞേൽപ്പിച്ചിട്ട് സോമതീർത്ഥത്തിലേക്ക് ഇപ്പോഴാണ് പോയത്. ആര്? കണ്ണുപുത്രി ശകുന്തളെ? അതെ, എന്നാൽ ഞങ്ങൾക്ക് വിട നൽകിയാലും. അങ്ങനെ തന്നെ അവളെ ചെന്ന് കാണുക തന്നെ. രാജാവാണെന്ന സത്യം വെളിപ്പെട്ടുകൂടാ. അതെ, ഇങ്ങനെ ചെയ്യാം. സൂത, വിനീത വേഷത്തോടു കൂടി വേണമെന്ന് തപോവനങ്ങളിൽ പ്രവേശിക്കാൻ. ഇത് വാങ്ങൂ. ഞാൻ കണ്ണുപുത്രിയെ കണ്ട് മടങ്ങുമ്പോഴേക്കും താൻ കുതിരകളെ തേച്ച് കുളിപ്പിച്ച് മെല്ലെ കൊണ്ടുവന്നാൽ മതി. പോലെ സ്ത്രീ ശബ്ദം മരുഭൂമിയിൽ തേനുകളയോ? ഏകം ദ്വയേ ത്രീണി മുനികന്യകമാ, 3 മുനികന്യകമാ. ആശ്ചര്യം, ഇവരെ കാണാൻ നല്ല കൗതുകമുണ്ട്. ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. ഈ തടലിലേക്ക് മാറി നിന്ന് ഇവരെ നന്നായി കാണുക തന്നെ. അച്ഛന്റെ കൽപ്പന മാത്രമല്ല, എനിക്കും ഇവയോട് സ്നേഹമുണ്ട്. ഇവളാണോ കണ്ണുപുത്രിയായ ശകുന്തള? സ്നേഹം പ്രിയമന എന്റെ വൽക്കലം വല്ലാതെ മുട്ടിക്കളഞ്ഞു. എനിക്ക് അനങ്ങാൻ വയ്യ. ഇതൊന്ന് അയച്ചു കേട്ടു. അതിന് ഞാനല്ല കുറ്റക്കാരി. നിമിഷം തോറും
കണ്ടുകൊണ്ട് എന്നെ മാടി വിളിക്കുന്നത് പോലെ തോന്നുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സഖി ശകുന്തളെ, നീ അവിടെ തന്നെ നിൽക്കണേ. നീ സമീപിച്ചപ്പോൾ ആ മരത്തിന് നല്ല ഭംഗി തോന്നുന്നു. ഇതുകൊണ്ടാണ് നീ പ്രിയമതയായത്. പ്രിയമത പറഞ്ഞത് സത്യമാണ്. ചെന്തളിരിനൊത്തൊരതരം ചെറുശാഖകളോടിടഞ്ഞിടുന്നു ഭുജം, പൂമലർ പോലെ മനോജ്ഞം ഭൂമേനി, അതിൽ തികഞ്ഞ കാരുണ്യവും വശ്യാണ് പെൺകുടി, ഏറെ അനുഭവയോഗ്യ. സഖി ശകുന്തളെ, തേന്മാവിൽ തനിയെ പടർന്ന് അതിന്റെ സ്വയംവര വധുവായി തീർന്ന മുല്ല ഇടാൻ നിൽക്കുന്നു. ഈ വനജോത്സ്യം നീ മറന്നുപോയോ? എന്നാൽ ഞാൻ എന്നെയും മറക്കും. സഖി, നല്ല സമയത്താണ് ഈ മുല്ലവള്ളി തേന്മാവിന് സ്വയംവര വധുവായി തീർന്നത്. സൽക്കാരം സിദ്ധിച്ചു. എന്നാൽ ആര്യൻ തണലും തണുപ്പുമുള്ള ഇവിടെ ഇരുന്ന് അല്പനേരം വിശ്രമിക്കാം. നിങ്ങളും ക്ഷീണിച്ചിരിക്കുന്നല്ലോ. സഖി, അതിഥിയെ ശുശ്രൂഷിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണല്ലോ. വരൂ, നമുക്കും ഇരിക്കാം. എന്താണ് എനിക്കിന്നും അല്ലാതെ ഇദ്ദേഹത്തെ കണ്ട മാത്രമേ തപോവന വിരോധിയായ മനോഹര വികാരം എന്റെ മനസ്സിൽ കടന്നുകൂടിയോ? കൊള്ളാം. വയസ്സിലുള്ള പൊരുത്തം കൊണ്ടും ആകൃതിയിലുള്ള വ്യത്യസ്തത കൊണ്ടും നിങ്ങൾ ഓരോരുത്തരും രമണീയരായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിയ ജോലി. സഖി, അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഏതൊരു രാജർഷി വംശത്തെയാണ് ആര്യൻ അലങ്കരിക്കുന്നത്? മനസ്സിനെ അടങ്ങിയിരിക്കൂ. നീ ആഗ്രഹിച്ചു തന്നെയാണ് ശ്രീ ചോദിക്കുന്നത്. ഇവളോട് എന്താണ് ഇപ്പോൾ പറയേണ്ടത്? ഏത് ദേശക്കാരാണ് അങ്ങയുടെ വേർപാടിൽ ഇപ്പോൾ വേവലാതിപ്പെടുന്നത്? ഇങ്ങനെ പറയാം. ഭദ്രേ, കുരുവംശ രാജാവ് ധർമാധികാരികളെ നിയമിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പോൾ ഞങ്ങൾ കർമ്മകാരികൾക്ക് ഒരു ലാഭമുണ്ടായി. സഖി, അച്ഛൻ ഇതിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണെന്തോ തന്റെ ജീവിത സർവസ്വം കൊടുത്ത് ഈ ധർമാധികാരിയെ തൃപ്തിപ്പെടുത്തുമായിരുന്നു. ഓഹോ, നിങ്ങൾ എന്തോ അർത്ഥം വെച്ചുകൊണ്ട് പറയുകയാണ്. എനിക്ക് കേൾക്കണ്ട. അനസൂയെ ഞാൻ പോകുന്നു. എന്തിന് ഈ പ്രിയമതയുടെ അധികപ്രസംഗം ഗൗതമി അമ്മയോട് ചെന്ന് പറയാം. സഖി, മാന്യനായി അതിഥിയെ വേണ്ടവണ്ണം സൽക്കരിക്കാതെ പോയി കളയുന്നത് ശരിയല്ല. ദുഷ്യന്ത മഹാരാജാവ് വേട്ടയാടി സമീപത്തെത്തിയിരിക്കുന്നു. തപോവന മൃഗങ്ങളെ രക്ഷിപ്പാൻ ജാഗ്രതയായിരിപ്പിൻ. ശല്യമായി സൈന്യങ്ങൾ നമ്മെ അന്വേഷിച്ച് ലഹള കൂട്ടുന്നു. ആകട്ടെ, പോയിട്ട് മടങ്ങി വരും. നിങ്ങൾ പരിഭ്രമിക്കേണ്ട. വേണ്ടത് ഞാൻ ചെയ്തു. ആര്യ, അതിഥി സൽക്കാരം ചെയ്യാത്ത അങ്ങനെ വിചാരിക്കും. നിങ്ങളുടെ ദർശനം തന്നെ വലിയ സൽക്കാരമായി. ആര്യനെ വീണ്ടും കാണുമെന്ന അപേക്ഷ നിശ്ചയമായി. ഇപ്പോൾ വിട പറയുന്നു. വരൂ, വരൂ.
ഈ ശകുന്തള എന്റെ സ്വസ്ഥത കെടുത്തും. ഈ കാട്ടുഞാവൽപ്പഴം ഒരു നവ്യ അനുഭവമായിരിക്കും. എനിക്കാണെങ്കിൽ ശകുന്തളയെ ഓർത്തിട്ട് വേറെ വേട്ടയ്ക്ക് മനസ്സും വരുന്നില്ല. അങ്ങ് എന്ത് മനോരാജ്യം വിചാരിക്കണം? കൂട്ടുകാരന്റെ വാക്ക് തള്ളിക്കളയരുതല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു. എങ്കിൽ അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ. തോഴൻ, പ്രയാസമില്ലാത്തൊരു കാര്യത്തിൽ അങ്ങനെ സഹായിക്കണം. തന്റെ കൈക്കും വായിക്കും അല്ലാതെ കണ്ണിന് ഇതുവരെ സാഫല്യം സിദ്ധിച്ചിട്ടില്ല. കാണേണ്ടത് താൻ കണ്ടില്ലല്ലോ. കാണേണ്ടതോ? ആശ്രമത്തിന് അലങ്കാരമായ ശകുന്തളയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങയ്ക്കൊരു താമസകന്യയിൽ അഭിലാഷമാണ്. ഒരു താപസകന്യോ? ഏകം ദ്വയേ ത്രീണി. ഈന്തപ്പഴം നിന്ന് ചെടിച്ചിടാക്കി വാളമുള്ളിൽ അഭിരുചി തോന്നുന്നത് പോലെയാണ് ഉത്തമ സ്ത്രീകളെ അനുഭവിച്ച് തഴക്കവും പഴക്കവും വന്നിരിക്കുന്ന അങ്ങയ്ക്ക് ഈ അഭിലാഷം. താൻ അവളെ കാണാത്തോണ്ടാണ് ഇങ്ങനൊക്കെ പറയുന്നത്. എങ്കിൽ അവളൊരു പാൽപായസമായിരിക്കും. തോഴരെ, ചുരുക്കി പറയാം. മൂക്കൂടണയാത്ത പൂമല, നഖം തൊടാത്ത പല്ലവം, നെയ്യിൽ ചാത്താത്ത രത്നം, നുകർന്നിടാത്ത പൂന്തേർ. വെറുതെ വിട്ട് കളയണോ? എങ്കിൽ ഉടനെ തന്നെ എന്നവളെ രക്ഷിക്കണം. നുകർന്നിടാത്ത പൂന്തേരല്ലേ? തോഴരെ, തപസ്സികളിൽ ചിലരെന്നെ കണ്ടറിയുകയുണ്ടായി. ഇനി എന്ത് കാരണം പറഞ്ഞാണോ ആശ്രമത്തിൽ പ്രവേശിക്കുക? അവളെ ഒന്ന് കാണുക. വരുന്നതിന്റെ ആളെന്ന് കരം തരാൻ ആവശ്യപ്പെടുന്നു. പോകും മൂഢ. തപസ്സികൾ തരുന്ന കരം വേറെ. തപസ്സിനെയാണെന്ന് പറയും. പോകും മൂഢ. നമ്മുടെ കാര്യം സാധിച്ചു. തപസ്സുകളോടും തോന്നുന്നു. ഭവാന്മാർക്ക് സ്വാഗതം. മഹാരാജാവ് വിജയിച്ചാലും മഹാരാജാവെ, അങ്ങ് ഇവിടെ താമസിക്കുന്ന വിവരം ആശ്രമവാസികൾ അറിയിക്കുകയുണ്ടായി. അവർ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കൽപ്പന കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കുലഗുരു കണ്ണൻ ആശ്രമത്തിൽ ഇല്ലാത്തതിനാൽ രാക്ഷസന്മാർ ഞങ്ങൾക്ക് യാഗവേട്ടം വരുത്തുന്നു. അതിനാൽ ഭവാൻ ഏതാനും ദിവസം ആശ്രമത്തെ അലങ്കരിക്കണം. അതെനിക്ക് അനുഗ്രഹം. ഭവാന്മാർ നടന്നു. ഞാനിതാ പിന്നാലെ എത്തിക്കും. ഇച്ഛിച്ചതും ഭാഗ്യം കൽപ്പിച്ചതും ആ ശ്രമം. മാധവിയ, സാരവിയോട് വില്ലും തേരും ഒരുക്കി വെക്കാൻ പറയൂ. അമ്പെടുക്കാൻ മറക്കണ്ട. മാധവ്യ, തനിക്ക് ശകുന്തളയെ കാണുവാൻ കൗതുകമുണ്ടോ? പോകും മൂഢ. ദുഷ്യന്ത മഹാരാജാവ് മഹാനുഭാവൻ തന്നെ. അദ്ദേഹം ആശ്രമത്തിൽ പ്രവേശിച്ചപ്പോൾ ഞങ്ങൾക്ക് കർമ്മകൃത്യങ്ങളെല്ലാം നീങ്ങിയിരിക്കുന്നു. ഇനി ഈ ഗർഭപുത്രൻ യാതൊരു എത്തിക്കട്ടെ. പ്രിയമ്പനെ, ആർക്കാണ് രാമചാരിച്ചതും താമരകളെയും കൊണ്ടുപോകുന്നത്? വെയിൽക്കൊള്ളിയാൽ ശകുന്തളയ്ക്ക് വളരെ സുഖക്കേടായിരിക്കുന്നു. അവളുടെ പുഷ്പശാന്തിക്കായിട്ട്. എന്നാൽ സീതോപചാരങ്ങൾ ജാഗ്രതയിൽ ചെയ്യണം. അവൾ കുലപതിയുടെ പ്രാണനാണ്. ഞാൻ നോക്കി യാതൊരുത്തം ദ്രൗപദി വശം കൊടുത്തയക്കണം. ഇപ്പോഴത്തെ യാഗകർമ്മങ്ങൾ അവസാനിക്കുകയാണ്. മുനിമാരെന്നെ വിശ്രമിക്കാൻ അനുവദിച്ചിരിക്കുന്നു. മുഷിച്ചിലും മറ്റ് എന്താണ് നേരം പോക്ക്? ശകുന്തള, അവളെ ചെന്ന് കാണുക തന്നെ.
നിങ്ങൾ അദ്ദേഹത്തിന് എന്നോട് തോന്നിക്കത്തക്കവണ്ണം പ്രവർത്തിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്നെ ഒട്ടൊക്കെ ക്രിയ ചെയ്യേണ്ടി വരും. അയ്യോ, അവിവേകം ഒന്നും കാണിക്കില്ലേ, വഴിയുണ്ടാക്കാം. സഖിയുടെ മനോരഥ സാധിക്കുന്നതിന് എന്താണ് ഉപായം? എന്നാൽ അദ്ദേഹത്തിന് പ്രണയലേഖനം എഴുതാം. പക്ഷെ അത് എങ്ങനെ കൊടുക്കും? അത് ഞാൻ പ്രസാദം കൊടുക്കുന്ന പുഷ്പങ്ങളിൽ ഏൽപ്പിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലെത്തിക്കാം. അത് കൊള്ളാം. സഖി, നീയാണ് ഉത്തമ ഹംസം. ഈ ഉപായം എനിക്ക് നന്നേ ബോധിച്ചു. ശകുന്തളയ്ക്ക് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ തീർച്ചയിൽ എനിക്ക് മാർച്ചുണ്ടോ? അയ്യോ കഷ്ടം, ഇല്ല കുട്ടി. എന്നാൽ ലളിതമായ ഒരു പ്രണയ ശ്ലോകം ആലോചിക്കൂ. ആലോചിക്കാം. പക്ഷെ അദ്ദേഹം തള്ളിക്കളഞ്ഞാലോ നോട്ട് എന്റെ മനസ്സ് പിടയുകയാണ്. ശരീരസുഖത്തിനുള്ള ശരചന്ദ്രികയെ ആരെങ്കിലും മുന്നോട്ട് മറിക്കുമോ? ശ്ലോകം ഞാൻ എന്നെ ആലോചിച്ച് വെച്ചിരിക്കുന്നു. കൊച്ചു തസ്കരി, അർത്ഥം ചേർന്നോ എന്ന് നോക്കുകയും ഞങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം. നിന്നുടെ ചിത്തം അറിയില്ലൻ മനമേ, മാനദേവൻ ഇതോ പകൽ വെട്ടയാ നിൽക്കുന്നല്ലോ നിങ്ങൾ ചേർത്ത് നിന്നെ മദനൻ നീറ്റുന്നുണ്ട് അനിശം എന്നെയോ സഖി. കയ്യോടെ ഭരിച്ച സഖിയുടെ മനോരഥത്തിന് സ്വാഗതം. വേണ്ട വേണ്ട, ശ്രമപ്പെടണ്ട. അല്ലേ? ശോ. അനസൂയേ, അതാ മാൻകുട്ടി തലയെ കവിഞ്ഞ് പരിഭ്രമിച്ച് നോക്കുന്നു. വരൂ, നമുക്ക് അതിനെ കൊണ്ടാക്കാം. എവിടെ? ഞാനൊന്നും കാണുന്നില്ലല്ലോ. ഓ, ആവാൻ. ശരി, പോകാം. ശോ, എനിക്ക് തുണയില്ലല്ലോ. ആരെങ്കിലും ഒരാൾ പോയാൽ മതി. കുട്ടിക്ക് ഒട്ടൊക്കെ തുണയായിട്ടുള്ള ആളല്ലേ ഇതിന്റെ അടുത്തുള്ളത്? രണ്ടാളും പോയിക്കളഞ്ഞോ? പരിഭ്രമിക്കണ്ട, പരിചരണത്തിന് വേണ്ടുന്ന ആൾ അടുത്തു തന്നെയുണ്ട്. വീശണം അതോ ചെന്താരിനൊത്ത ചരണം കാലത്ത് മടി വെച്ച് തലോടണോ? മാന്യന്മാരെ കൊണ്ട് വെടിപ്പടി എടുപ്പിച്ചിട്ടുള്ള കുറ്റം എനിക്ക് വന്നുകൂടാ. സുന്ദരി, വെയിലാവില്ല. നിന്റെ ശരീരസ്ഥിതി ഇങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് പോകാൻ പറ്റും. പൗരവാ, മര്യാദ ലംഘിക്കരുത്. കാമപരവശയിരുന്നാലും ഞാൻ സ്വതന്ത്രയല്ല. മനസ്സിലെ ഗുരുജനങ്ങളെ ഓർത്ത് നീ ഭയപ്പെടണ്ട. സത്യത അറിയുമ്പോ ധർമ്മജ്ഞനായ കുലപതി നിന്റെ പേരിൽ യാതൊരു തെറ്റും ആരോപിക്കില്ല. തന്നെയുമല്ല, ഗാന്ധർവ വിവാഹം ലോകമെല്ലാം അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ഞാൻ ഒരിക്കൽ കൂടി സന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. എങ്കിൽ വിട്ടയക്കാം. എപ്പോൾ? മധുരൂചിതമാഹുതു പ്രസൂനം വിദുരൻ ഭൃംഗ കിശോരനെ അപരക്ഷിത ചാരുശോഭനെ നിന്നധരം ഞാൻ സദയം നുകർന്നു തീർന്നു. അങ്ങനെ തന്നെ അമ്മേ, അതിലെയല്ല, ഇതിലെ. ഇങ്ങനെ വരാം. കുഞ്ഞേ, നിനക്ക് സുഖക്കേടിന് കുറവുണ്ടോ? സുഖത്തിന് കുറവുണ്ടോ ചോദിക്കുന്നതാ ശരി. കുറച്ച് ഭേദമുണ്ട്. വരൂ, ഈ തീർത്ഥം കൊണ്ട് നിനക്ക് സുഖമാകും. എനിക്ക് തോന്നുന്നില്ല. ആശ്വാസം തോന്നുന്നുണ്ടോ കുഞ്ഞെ? ലേശം. വരൂ, നമുക്ക് ആശ്രമത്തിലേക്ക് പോകാം. കുറച്ചുകൂടി കഴിയട്ടെ. രാത്രി ഏറെയായി. വരൂ കുഞ്ഞെ, വരൂ. മനസ്സേ,
ആഗ്രഹം സാധിക്കുന്നതിന് അവസരം തനിയെ വന്നു ചേർന്നപ്പോൾ നിനക്ക് ഭയം കൊണ്ട് സങ്കോചമായിരുന്നു. ഇപ്പോൾ പശ്ചാത്തപിക്കുന്ന എന്തിന്? വരൂ കുഞ്ഞേ. താപശാന്തിക്ക് ഉപയോഗിച്ച വള്ളിക്കുടിലേ, തൽക്കാലം നിന്നോട് യാത്ര ചോദിക്കുന്നു. താമസിയാതെ വീട്ടിൽ കാണാം. കൂട്ടുപിരിഞ്ഞ ചക്രവാളി അപ്പോ ആഗ്രഹിച്ച കാര്യം സാധിക്കുന്നതിൽ വന്നു ചേർന്ന ഓരോ വിഘ്നങ്ങൾ. താമസിയാതെ വീട്ടിൽ കാണാം. തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വന്നിരിക്കുന്ന കണ്ണുമഹർഷി നേരെ നോക്കി വരുവാൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. ഞാൻ ചെന്ന് നേരെ പുലരാൻ എത്ര നാഴികയുണ്ടെന്ന് നോക്കി വരാം. ഞാനിപ്പോൾ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് എന്താണ് ഫലം? പതിവുള്ള ജോലികൾക്ക് കൂടി എനിക്ക് കൈകാലുകൾ പൊങ്ങുന്നില്ല. അനസൂയെ എന്തു പറ്റി? ആ രാജാവ് ശകുന്തളയുടെ നേരെ കാണിച്ചത് മര്യാദയായില്ല. എനിക്കറിയില്ല. ഞാൻ ചെന്ന് നേരെ പ്രഭാതമായി ഗുരുവിനെ അറിയിക്കട്ടെ. അന്തപുരത്ത് ചെന്ന് കൂടി രാജാവ് ഇവിടുത്തെ വർത്തമാനം വല്ലതും അറിയുന്നുണ്ടോ? ആ നേരികെട്ട രാജാവുമായി ശുദ്ധാത്മാവായ ശകുന്തളയെ ഇങ്ങനെ കൊണ്ട് ചെന്ന് ഇടപെടുത്തിയത് ശരിയായില്ല. രാജാവ് ശകുന്തളയെ രഹസ്യമായി വിവാഹം കഴിച്ചതും ശകുന്തള ഗർഭിണിയായതൊക്കെ താതകണ്ണനെ ഞാൻ എങ്ങനെ അറിയിക്കും? ആ രാജാവ് അത്രയൊക്കെ സംസാരിച്ചിട്ട് പോയത് പിന്നെ ഒരു കുറിമാനം പോലും അയച്ചിട്ടില്ല. സഖി, സഖി അനസൂയേ, വരൂ വരൂ, വേഗമാകട്ടെ. ശകുന്തളയെ പത്രലോകത്തിലേക്ക് യാത്ര അയക്കാൻ പോകാം. കേട്ടുകൊള്ളൂ, ഞാനിപ്പോൾ സുമേഷിനെ ചോദിക്കാൻ ശകുന്തളയുടെ അടുത്ത് പോയിരുന്നു. അപ്പോൾ ലജ്ജിച്ച് തലയാട്ടിയിരുന്ന അവളോട് താതവണ ഇങ്ങനെ പറഞ്ഞു. ഇതുകൊണ്ട് കണ്ണു മറന്നിരുന്നുവെങ്കിലും പോതാവ് മോഹിച്ചത് ഭാഗ്യവശാൽ അത്രയും തന്നെ പതിച്ചു. അതുകൊണ്ട് നിന്നെ ഋഷികളെ കൂട്ടി ഇപ്പോൾ തന്നെ പത്രലോകത്തിലേക്ക് അയച്ചേക്കാമെന്ന് സഖി. ശകുന്തളയെ ഭർത്തഗൃഹത്തിലേക്ക് യാത്രയക്കുവാൻ ഋഷികളോട് തയ്യാറാകുവാൻ പറയൂ. ആകാരശുദ്ധമയാണ്. ശരീരമടിവ് പോരാണ്. ശരീരമടിവ് പോരാണോ? സംഗീതശാസ്ത്രത്തിലേക്ക് ചെവിയോർക്കണം. ഒരു നല്ല പാട്ട് കേൾക്കുന്നു. കേവം ആരാണ് സാധനം ചെയ്യുന്നത്? അങ്ങനെയുള്ള ഹംസപതികൾ വ്യത്യാസമാണ്. ഹംസമതികയാണോ? പാട്ട് കൊള്ളാം. അതിന്റെ അന്തരാന്തം മനസ്സിലായോ? മാധവ്യ, ഒരിക്കൽ ഈ ഹംസമതിക എനിക്ക് വളരെ പതിയായിരുന്നു. പിന്നീട് വസുമതി ദേവിയിൽ ആസക്തനായ എന്നെ പൊള്ളിച്ച് പാടുകയാണ്. പാട് താൻ ചെന്ന് ശകാരം കേമമായി അറിയിക്കൂ. കണ്ണുമഹർഷിയുടെ സന്ദേശവുമായി കുറെ താപസന്മാർ വന്നിട്ടുണ്ട്. കൂടെ ഒന്ന് രണ്ട് തപസ്യകളുമുണ്ട്. ശേഷം കൽപ്പന പോലെ. അന്വൻ പറഞ്ഞേച്ചു തപസ്വിനികളുമുണ്ടോ? അതെ, മാധവ്യ, കൂട്ടിക്കൊണ്ടുവരും. കൽപ്പന പോലെ. നിങ്ങളെ ഏവരെയും ഞാൻ അഭിവാദനം ചെയ്യും. കശിപ പ്രജാപതി കണ്ണു മഹർഷി കുശലനായിരിക്കുന്നു. അങ്ങനെ തന്നെ. കുലഗുരു കണ്വൻ അങ്ങേ അറിയിക്കുന്നു. അറിയിച്ചാലും എന്റെ പുത്രിയെ നിങ്ങൾ ഇരുവരുടെയും
അതിനാൽ ഗർഭിണിയായ ഇനിയുള്ളവളെ ഭവാൻ സ്വീകരിക്കണം. അങ്ങ് എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? എന്താണ് സതിയെങ്കിലും പിതൃഗ്രഹത്തിൽ വാഴും പതിയുള്ള മങ്കയെ ജനം പഴിക്കും. അതിനാൽ സ്വബന്ധു ജനമങ്ങു പെണ്ണിനെ പതിയോട് ചേർത്തിടും. എന്ത്? ഈ സ്ത്രീയെ ഞാൻ വിവാഹം ചെയ്തത് എന്ന്? എപ്പോൾ? എവിടെ വെച്ച്? അങ്ങയുടെ മറവിൽ അഭിനന്ദനയും തന്നെ. കുഞ്ഞെ, അല്പനേരം ലജ്ജിക്കാതിരിക്കൂ. നിന്റെ മൂടുപടം ഞാൻ നോക്കാം. കർത്താവ് നിന്നെ കണ്ടറിയട്ടെ. മഹാരാജാവേ, അങ്ങ് എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? അല്ല തപോധന, എത്രയൊക്കെ ആലോചിച്ചിട്ടും എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും ഈ സ്ത്രീയെ വിവാഹം ചെയ്താൽ ഞാൻ ഓർക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് സ്പഷ്ടമായ ഗർഭലക്ഷണമുള്ള ഇവളെ ഞാൻ പരിഗ്രഹിക്കുക? ആര്യ, അച്ചപ്പാമണിയുള്ളവളെ മനസ്സത്തേക്ക് ചലിച്ചിട്ട് ഇമ്മാതിരി വാക്ക് പറയുന്നത് ഉചിതമോ? ശാന്തം, പാപം, ഈ അഭിജ്ഞാനം കൊണ്ട് ഞാൻ സംശയം തീർക്കാം. അഭിജ്ഞാനം. അയ്യോ, എന്റെ മോതിരം കാണുന്നില്ലല്ലോ. ശുദ്ധി തീർത്തിട്ട് വന്നിട്ട് സമയം ഊരിപ്പോയിരിക്കണം. ഇതാണ് സ്ത്രീകൾക്ക് തക്കം പോലെ പറയാനുള്ള ബുദ്ധിസാമർത്ഥ്യമുണ്ടെന്ന് പറയുന്നു. ഇതെന്റെ ദുർവിധി. വേറെ എന്ന് പറയാം. താഴ്ച കഴിഞ്ഞു, ഇനി കേൾക്കണമെന്നായി. ആട്ടെ, അത് മാത്രം. നമ്മളിങ്ങനെ ചാറ്റുവെച്ചിട്ടിരിക്കുമ്പോൾ താമരയിൽ വെക്കുന്ന വെള്ളം അങ്ങയുടെ കയ്യിലായിരുന്നു. അന്ന് ഞാൻ പുത്രനെ പോലെ കരുതി വന്ന ദീർഘാഭാഗൻ എന്ന മൺകുട്ടി അടുത്ത് വന്നു. ആര് വന്നു? പാർക്കാതീങ്കൻ. കേൾക്കട്ടെ കേൾക്കട്ടെ. അങ്ങ് ആ വെള്ളം അതിന്റെ നേരെ നീക്കി. പക്ഷെ പരിചയം പോലെ നിന്നാൽ അത് ആ വെള്ളം കുടിച്ചില്ല. പിന്നീട് ആ വെള്ളം ഞാൻ വാങ്ങി കാണിച്ചപ്പോൾ അത് കുടിച്ചു. അപ്പോൾ അങ്ങ് എല്ലാവർക്കും അവരവരുടെ കൂട്ടുകാരിൽ വിശ്വാസമുണ്ടെന്നും രണ്ടാളും വനവാസികളാണല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. പരിഹസിച്ചു ഈ ഞാൻ. കൊള്ളാം, കഥ കൊള്ളാം. പക്ഷെ അത് വിശ്വസിക്കാൻ ദുഷ്യന്തനൊരു മൂഢനല്ല. അനന്യ, പോരാ. മര്യാദയുടെ മനുഷ്യ തന്നെ പോലെയാണ് മറ്റുള്ളവരെന്ന് വിചാരിക്കുന്നത്. മര്യാദഘട്ട മനുഷ്യ. ഭദ്രേ, ദുഷ്യന്ത മഹാരാജാവിന്റെ ചരിത്രം ലോകപ്രസിദ്ധമാണ്. അതിലൊരു ശകുന്തളയുടെ കഥ ആരും കേട്ടിട്ടില്ല. ഒരു ശകുന്തള കഥ ആരും കേട്ടിട്ടില്ല. ഒരു ശകുന്തള കഥ ആരും കേട്ടിട്ടില്ല. ഒരു ശകുന്തള കഥ ആരും കേട്ടിട്ടില്ല. അമ്മേ, വാക്കിൽ തേനും മനസ്സിൽ വിഷം നിറഞ്ഞ ഇയാളുടെ പിടിയിലാണല്ലോ ഞാൻ പെട്ടുപോയത്. സ്വയംകൃതമായ ചാവല്യം ഇങ്ങനെയാണ് തിരിഞ്ഞടിക്കുന്നത്. അനുഭവിക്കണം തന്നെ. അമ്മേ, ചിന്തിച്ച നില്ലുകൾ കുഞ്ഞുങ്ങളെ, ചോദിച്ചില്ല അബദ്ധജനാനുവാദം. ചോദിച്ച പോലെ നിങ്ങളിരുന്ന് രഹസ്യമായി സാധിച്ച സംഗതി ആരെന്ന് പറയാം. ഇനി ചിന്തിച്ചിട്ടേക്കും കാര്യം. അനുഭവിക്കട്ടെ. ഗുരുവിന്റെ കൽപ്പന അനുസരിച്ച് നമുക്ക് മടങ്ങാം. ആരും കടത്തി മുമ്പേ നടന്നു. ഇതുകൊണ്ട് എന്നെ വഞ്ചിച്ചു. നിങ്ങളെ എന്നെ ഉപേക്ഷിച്ചു. ഉണ്ണി, ശകുന്തള വിലപിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നു. ഭർത്താവ് കൈക്കൊള്ളാത്ത സ്ഥിതിക്ക് എന്റെ മകൻ എന്ത് ചെയ്യും? എന്തും ചെയ്യട്ടെ. വേറെ ആരും വിളിച്ചതല്ലോ, സ്വയം വിളിച്ചതല്ലേ. ക്ഷിതീശ്വരൻ ചൊന്നത് സത്യമെങ്കിൽ നീ പിതാവ് ഉലം വിളിച്ചവൻ. അമ്മേ, സഹോദരന്മാരെ, എന്നെ ഉപേക്ഷിച്ചു പോകരുത്. കുലമേ, ഞാൻ എന്തായി കേട്ടത്? നടപ്പുറയിലോ? എനിക്കെന്നെ ജീവിക്കണം. അമ്മേ, ഭൂമിദേവി, എനിക്കൊരിടം തരണേ. അമ്മേ, ഭൂമിദേവി, എനിക്കൊരിടം തരണേ. ജാഗ്രത, തപോവന മൃഗങ്ങളെ രക്ഷിപ്പാൻ ജാഗ്രത